മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മമ്മൂട്ടിയും മോഹൻലാലും സംഭാവന നൽകിയെന്ന വാർത്ത മിക്കവാറും സുരേഷ് ഗോപിയുടെ ഹൃദയം തകർത്തിട്ടുണ്ടാവും. ആ തുക സംഭാവന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇനിയും എത്ര വേണമെങ്കിലും കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്നാണ്. കൂടാതെ മോഹൻലാലും 25 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. എന്നാൽ സുരേഷ് ഗോപി ആകട്ടെ 5 പൈസ പോലും കൊടുത്തില്ല. അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാത്രമല്ല, വയനാടിനായി ഒന്നും തന്നെ അദ്ദേഹം കൊടുത്തിട്ടില്ല. സുരേഷ് ഗോപി അടപടലം പൊട്ടിയിരിക്കുകയാണ്. ഈ വിഷയത്തെ സംബന്ധിച്ച് ലോകമെമ്പാടുമുള്ള ആളുകൾ ശബ്ദമുയർത്തുമ്പോഴും ഒന്നും മിണ്ടാതിരിക്കുന്നത് സുരേഷ് ഗോപി മാത്രമാണ്. കേരളത്തെ തന്നെ ഞെട്ടിച്ച ഒരു ദുരന്തമുണ്ടായപ്പോൾ ഈ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം നമ്മളെല്ലാം മുന്നോട്ട് വെച്ചപ്പോഴും സുരേഷ് ഗോപിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിഞ്ഞു മറിഞ്ഞ് കളിക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന മട്ടാണ് അദ്ദേഹത്തിന്. മാത്രമല്ല, ഈ വിഷയത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോഴും അദ്ദേഹം പൊട്ടിത്തെറിക്കുകയായിരുന്നു. അദ്ദേഹം എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. നാടിനെ നടുക്കിയ ഈ ദുരന്തമുണ്ടാകുന്നത് 27-ാം തീയതിയാണ്. എന്നാൽ അദ്ദേഹം 27-ാം തീയതി പോയിട്ട് 28-നോ 29-നോ 30-നോ പോലും ഒന്നും ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചില്ല. പക്ഷേ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളും വയനാടേക്ക് പാഞ്ഞെത്തി. എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചത്? അങ്ങോട്ടേക്ക് എത്തിയില്ല എന്ന് മാത്രമല്ല, ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പോലും എന്തിന് ആളുകൾ കാണാൻ വേണ്ടിയിട്ട് പോലും ഒന്നും തന്നെ അദ്ദേഹം ഇട്ടില്ല. ഇപ്പോ സുരേഷ് ഗോപി എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി. സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്നാണ് ജയിച്ചു വന്നത്. എന്നാൽ തൃശ്ശൂരിൽ പോലും പലയിടത്തും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങിയിട്ടും അവിടേക്ക് പോലും അദ്ദേഹം ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല. ഇപ്പോ എല്ലാവർക്കും സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു വിട്ടതിൽ ആണ് വിഷമം. നാട്ടുകാർ എല്ലാം പറയുന്നത് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ അഭിനയത്തിൽ ഞങ്ങൾ വീണുപോയി. ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ വൻ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. ഈ സുരേഷ് ഗോപി എങ്ങനെയാണ് തൃശ്ശൂരിൽ നിന്നും ജയിച്ചത്? അദ്ദേഹത്തിനറിയാം, ഞാൻ BJP-കാരൻ ആണെന്നൊന്നും പറഞ്ഞാൽ എനിക്ക് ഒരു വോട്ട് പോലും കിട്ടാൻ പോന്നില്ലെന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താ ചെയ്തേ? ഒരു സാധാരണക്കാരനെ പോലെ ജനങ്ങളോട് ഇടപഴകി ജനങ്ങളെ തന്റെ വരുതിയിലാക്കി. മൊത്തം അഭിനയമാണ് സുരേഷ് ഗോപി അന്നും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ അദ്ദേഹം സഹായിച്ചു. അങ്ങനെ പല വീടുകളിലും സുരേഷ് ഗോപി ഒരു ചർച്ചാ വിഷയമായി മാറി. സുരേഷ് ഗോപിയെ ഒരു നന്മയുള്ള മനുഷ്യനെ ആളുകൾ കണ്ടു തുടങ്ങി. സുരേഷ് ഗോപി ജയിച്ചാൽ കേരളം തന്നെ അങ്ങ് മാറും എന്ന് പലരും കരുതി. പല അമ്മമാരും പല സ്ത്രീകളും അങ്ങനെ തന്നെ കരുതി. ഇലക്ഷൻ സമയത്തെ സ്ഥിരം കാഴ്ച ഇത് തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായി. എല്ലാവർക്കും തിരിച്ചറിവുണ്ടായി. ഇപ്പോൾ നാടിനെ നടുക്കിയ 3 ദുരന്തങ്ങളുണ്ടായി. ഒന്ന് ആമയിഴഞ്ചാൻ തോടിൽ ജോയി മരിച്ച സംഭവം, രണ്ടാമത് അർജുന്റെ വിഷയം, ഇപ്പോഴത്തെ നാടിനെ ആകെ കണ്ണീരിലായിരുത്തിയ വയനാട് ദുരന്തവും. എന്നിട്ട് നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയായിട്ട് പോലും അങ്ങോട്ടേക്കൊന്ന് തിരിഞ്ഞു നോക്കിയില്ല. പക്ഷേ ഒരു ചോദ്യം ഉയർന്നു നിൽക്കുന്നുണ്ട്: എന്തിനായിരുന്നു പിന്നെ ഈ ഇലക്ഷന്റെ സമയത്ത് ഒരു നന്മമരമായി നിന്ന് ഇങ്ങനെ അഭിനയിച്ചത്? അതിന് ഒരു ഉത്തരമേ ഉള്ളൂ: ഇലക്ഷൻ സമയത്ത് ജയിച്ചു കയറാൻ വേണ്ടി മാത്രമായിരുന്നു ആ പ്രഹസനം. എന്തായാലും ഈ വിഷയം ഉണ്ടായത് കൊണ്ട് തന്നെ സുരേഷ് ഗോപി എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.